again a privilege for people like us to worship the great God. നമ്മളെപ്പോലുള്ളവർക്ക് ഇത്ര വലിയവനായ ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നത് ഒരു പദവി തന്നെയാണ്. Worship is always renewing. നമുക്ക് ഒരു പുനർജീവനം നൽകുന്ന കാര്യമായിട്ടാണ് ആരാധന ഇരിക്കുന്നത്. Worship is always rejuvenating and refreshing too. നമുക്ക് വളരെയധികം ഒരു പുനർജീവനവും അതുപോലെ നമുക്കൊരു ഉണർവും തരുന്ന കാര്യമാണ് ആരാധന. Whenever we come before the Lord, it's a privilege to tell Him that He is great and we are too small. നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോഴൊക്കെ ദൈവത്തോട് അങ്ങ് എത്ര വലിയവനാണ്, ഞങ്ങൾ എത്ര ചെറിയവരാണ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പദവി തന്നെയാണ്. It's a wonderful to acknowledge our feebleness, our timidness altogether. നമ്മുടെ ബലഹീനതയും അതുപോലെ നമ്മുടെ കുറവുകളും ഏറ്റുപറയുന്നത് ഒരു പദവി തന്നെയായിട്ടിരിക്കുന്നു. And again, it's a privilege for people like us to worship that great God on this earth, that too with a peaceful mind. ഈ ഭൂമിയിൽ വളരെ സമാധാനം നിറഞ്ഞ ഒരു മനസ്സോടുകൂടെ ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നതും നമ്മുടെ ഒരു പദവി തന്നെയാണ്. I don't know how many of you were called or your parents were called when you were in the schools or academic setups. നിങ്ങളിൽ എത്ര പേര് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ആയിരുന്നപ്പോഴ് നിങ്ങളുടെ മാതാപിതാക്കളെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കപ്പെട്ടിരുന്നു എന്ന ഉള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല. But I was. എനിക്ക് അനുഭവം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. Most of the time my father was called when I had a quarrel or fight. പലപ്പോഴും സ്കൂളിലോ കോളേജിലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ പിതാവിനെ അങ്ങോട്ടേക്ക് വിളിക്കാറുണ്ടായിരുന്നു. I always argued that I was not the one who initiated the quarrel or the fight. എല്ലായ്പ്പോഴും ഈ വഴക്ക് ആരംഭിച്ചത് ഞാനല്ല എന്ന് പറഞ്ഞ് വാദിക്കാറുണ്ടായിരുന്നു. I was provoked or I was somehow pushed into it. എന്നെ പ്രകോപിപ്പിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ എന്നെ ഇതിലേക്ക് തള്ളിവിട്ടത് കൊണ്ടോ ആണ് ഞാൻ അതിൽ ഉൾപ്പെട്ടു പോയത് എന്ന് പറയാറുണ്ടായിരുന്നു. Sometimes my father was called because of my distractions in the school or the colleges. ചിലപ്പോഴേ പിതാവിനെ വിളിച്ചിരുന്നത് സ്കൂളിലും കോളേജിലും എന്തെങ്കിലും നശീകരണങ്ങളൊക്കെ ചെയ്യുമ്പോഴായിരുന്നു. Because the school windows were made up of glass, that was again not my problem. ആ സമയത്ത് സ്കൂളിന്റെ ജനാലകളൊക്കെ കണ്ണാടി കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്, അതിന്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ. Sometime I took the concave and the convex lens and it fell down, again it's not my problem. പലപ്പോഴും കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും ഒക്കെ കയ്യിലെടുക്കുമ്പോൾ അത് താഴെ വീഴുമായിരുന്നു, അങ്ങനെ പൊട്ടുമായിരുന്നു, അതും എന്റെ കുറ്റം കൊണ്ടല്ലല്ലോ. So I had many reasons, but my father was always called. എനിക്ക് പല കാരണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും എന്റെ പിതാവിനെ പലപ്പോഴും സ്കൂളിലേക്കും കോളേജിലേക്കും വിളിക്കാറുണ്ട്. I always wondered why he's been called again and again. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്താ എന്റെ പിതാവിനെ ഇങ്ങനെ വീണ്ടും വീണ്ടും വിളിക്കുന്നത്. And apparently whenever my father entered the principal or the headmaster's room, they all stood up to respect my father. പലപ്പോഴും എന്റെ പിതാവ് പ്രിൻസിപ്പാളിന്റെ ഹെഡ്മാസ്റ്ററുടെ ഒക്കെ റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരെ ബഹുമാനം പുരസ്സരം എഴുന്നേറ്റ് നിൽക്കാറുണ്ടായിരുന്നു. So I used to think, why are they calling my father for no reasons? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു ഒരു കാരണവുമില്ലാതെ എന്റെ പിതാവിനെ എന്തിനാ ഇങ്ങനെ വിളിക്കുന്നതെന്ന്. But it was later on I realized that it's just a formality where he has to come and just stand and listen the complaints and face and then plead and then go. പിന്നൊക്കെ ഞാൻ മനസ്സിലാക്കി അത് ഒരു ചടങ്ങാണ്, അതായത് എന്നെ കുറിച്ചുള്ള പരാതികളൊക്കെ അദ്ദേഹം അവിടെ അങ്ങനെ നിന്ന് കേൾക്കണമെന്നുള്ളതും അങ്ങനെ ഒരു ചടങ്ങ് പൂർത്തീകരിച്ച് പോകണം എന്നുള്ളതും. But recently I was thinking about the same because I have become the father now. ഈ അടുത്ത കാലത്ത് ഞാനൊരു പിതാവായപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വീണ്ടും ചിന്തിക്കാനായിട്ട് ഇടയായി. Because time and again I have been called. കാരണം പലപ്പോഴും എന്നെയും വിളിക്കുന്നുണ്ട്. Now again I find this is a formality. പലപ്പോഴും ഞാനും അതൊരു ചടങ്ങായിട്ട് കാണുന്നുണ്ട്. And my son has got all the reasons to tell me that he is not the one who initiated any problem. പലപ്പോഴും എന്റെ മകനും എന്നോട് പറയാറുണ്ട് ഞാനാണ് ഞാനല്ല ഈ പ്രശ്നങ്ങളൊന്നും ആരംഭിച്ചതെന്ന്. History repeats. ചരിത്രം ആവർത്തിക്കപ്പെടുന്നു. And it goes on. ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നു. But of late I realized one very fact in connection to the same line of thoughts when it comes to the spiritual life. നമ്മുടെ ആത്മീക ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലായ്പ്പോഴും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ചിന്താസരണിയെക്കുറിച്ച് ഈ അടുത്ത നാളുകളിൽ ചിന്തിക്കാനായിട്ട് ഇടയായി. Turn to the book of Romans chapter 8 and verse 34. റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. 8-ന്റെ 34-ാമത്തെ വാക്യം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ
34 വാക്യം. ശിക്ഷ വിധിക്കുന്നവനാർ? ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. Who can condemn us? നമ്മളെ കുറ്റം വിധിക്കാൻ കഴിയുന്നവരാരാണ്? Most of the time in our Christian life, we have been condemned because of our faith. നമ്മുടെ വിശ്വാസ സംബന്ധിയായിട്ട് പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ മറ്റുള്ളവര് നമ്മളെ കുറ്റം വിധിക്കാറുണ്ട്. If not, Satan is always ready to condemn us before the Father. പിതാവിന്റെ മുന്നില് പിശാചും അതുപോലെ എല്ലായ്പ്പോഴും നമ്മളെ കുറ്റം വിധിക്കാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. He did not leave even the righteous man like Job. ഇയ്യോബിനെ പോലുള്ള നീതിമാന്മാരെ പോലും പിശാച് ഒഴിവാക്കിയിട്ടില്ലല്ലോ. Do you think that he leaves you and me before the Father? അതുകൊണ്ട് പിതാവിന്റെ മുന്നിൽ എന്നെയും നിങ്ങളെയും പിശാച് ഒഴിവാക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? He has a complaint. അവൻ എപ്പോഴും ഒരു പരാതിയുണ്ട്. He has a complaint daily, on daily account before the Father for you and for me. എന്നെയും നിങ്ങളെയും സംബന്ധിച്ച എല്ലാ ദിവസവും തന്നെ പിതാവിന്റെ മുന്നിൽ അവന് ചില പരാതികൾ ഉന്നയിക്കാനുണ്ട്. And always the fascinating thing is the last phrase of this scripture. അവന്റെ പരാതിയെ സംബന്ധിച്ചുള്ള വളരെ രസകരമായ കാര്യം അതിന്റെ അവസാന ഭാഗത്തെ കുറിച്ചാണ്. What is it? എന്താണത്? What happens when he condemns you and me before the Father? അവന് നമ്മളെയൊക്കെ ദൈവത്തിന്റെ മുന്നിൽ കുറ്റം വിധിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? Jesus Christ pleads for us. യേശുക്രിസ്തു നമുക്ക് വേണ്ടി ആ പരാതിയുടെയൊക്കെ അവസാനം നമുക്ക് വേണ്ടി വാദിക്കുന്നു എന്നുള്ളതാണ്. My beloved, isn't this a fascinating thing? അത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമല്ലേ? Jesus Christ is pleading before the Father. എല്ലായ്പ്പോഴും തന്നെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ദൈവസന്നിധിയില് പക്ഷവാദം ചെയ്യുന്നു. He has been pleading that we are the chosen ones by his blood. കർത്താവായ യേശുക്രിസ്തു പിതാവിന്റെ മുന്നിൽ സമർപ്പിക്കുന്നത് ഈ വിശ്വാസികളൊക്കെ തന്നെ അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ്. How can we know that? നമുക്കതെങ്ങനെ അറിയാം? I was just thinking, what would have been the frame of mind when Paul wrote this scripture? ഈ വാക്യം പൗലോസ് അപ്പോസ്തലൻ എഴുതിയപ്പോഴ് എന്തായിരുന്നിരിക്കണം അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നുപോയത് എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. I mean, did he ever go to heaven and just saw the glimpse of Christ, pleading before the Father? യേശുക്രിസ്തു പിതാവിന്റെ മുന്നില് പക്ഷവാദം ചെയ്യുന്നത് എപ്പോഴെങ്കിലും സ്വർഗത്തിൽ പോയി കാണാൻ പൗലോസിന് കഴിഞ്ഞിട്ടുണ്ടോ? What was the guarantee he had? What was the guarantee he had for the Lord who is pleading for us? കർത്താവ് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു എന്ന് പറയത്തക്ക വിധത്തിലുള്ള ഉറപ്പ് പൗലോസ് അപ്പോസ്തലൻ എന്തായിരുന്നു ഉള്ളത്? We see the Lord pleading even when he was on the earth. അവന് ഈ ഭൂമിയിലായിരുന്നപ്പോഴും അവൻ നമ്മൾക്ക് വേണ്ടി പക്ഷവാദം ചെയ്തിരുന്നു എന്നുള്ളതാണ്. Today I just want to challenge you that Lord is pleased to plead for you and for me. ഇന്ന് നിങ്ങളെ എനിക്ക് അറിയിക്കാനുള്ള ഒരു പ്രത്യേക കാര്യം, നിങ്ങൾക്കും എനിക്കും വേണ്ടി പക്ഷവാദം ചെയ്യാനായിട്ട് കർത്താവിന് പ്രസാദം തോന്നിയിരിക്കുന്നു എന്നുള്ളതാണ്. He is interested in your and my life. എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് അവന് താല്പര്യമുള്ളവനാണ്. He is quite keenly watching you and me. എന്നെയും നിങ്ങളെയും വളരെ ശ്രദ്ധയോടുകൂടെ കർത്താവ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. But most of the time we refrain from this thought that he is not even near us. പലപ്പോഴും ചിന്തിക്കുന്നത് കർത്താവ് നമ്മുടെ അടുത്തുപോലും ഇല്ലെന്നാണ്. Today I just want to encourage you to just see 3 different anecdotes from the life of the Lord. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ നിന്നുള്ള 3 കാര്യങ്ങൾ ഇന്ന് നിങ്ങളെ ഓർപ്പിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. Number 1, he pleads even before we stumble. നമ്മള് വീഴുന്നതിന് മുമ്പ് തന്നെ കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Luke chapter 22. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 31 and 32. 31ഉം 32ഉം വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 31ഉം 32ഉം വാക്യങ്ങൾ. ശീമോനെ ശീമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ
നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. Here is Peter. ഇതാ ഇവിടെ പത്രോസ്. Is he alone? അവൻ ഒരുമിച്ച് ഒറ്റയ്ക്കാണോ? Most of the time we think that Jesus Christ is praying or praying only for Peter. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് പത്രോസിന് വേണ്ടി മാത്രമാണ് കർത്താവ് പക്ഷവാദം ചെയ്തെന്നാണ്. But read verse 31 very carefully. എന്നാൽ വളരെ ശ്രദ്ധിച്ച് 31-ാം വാക്യം വായിച്ചു നോക്കിയേ. Jesus is saying that Simon, Simon, Satan is what? Satan is? എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? പത്രോസേ പത്രോസേ, പിശാച് he is ready or preparing himself ready to sift you, each one of you, like a wheat. നിങ്ങളിൽ ഓരോരുത്തരെയും ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റുവാൻ പിശാച് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അനുവാദം ചോദിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. I mean, look at the words very carefully. ഈ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. All 12 of them were in the observation of Satan. പിശാചിന്റെ ശ്രദ്ധയില് ഈ 12 പേരും ഉണ്ടായിരുന്നു. And he was interested to break all these 12. ഈ 12 പേരെയും തകർത്ത് കളവാൻ പിശാചിന് താല്പര്യമുണ്ട്. He was interested to demotivate these people from the love of, from the mission of the Lord. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൗത്യത്തിൽ നിന്നും അവരെ മാറ്റിക്കളയുക എന്നുള്ളതാണ് പിശാചിന്റെ താല്പര്യം. But quite often we think that it is only meant for Peter. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് പത്രോസിന് മാത്രം ബാധകമായതാണ്. But Jesus Christ is praying for all of them. കർത്താവായ യേശു ക്രിസ്തു വാസ്തവത്തില് അവർക്ക് എല്ലാവർക്കും വേണ്ടി പക്ഷവാദം ചെയ്യുകയായിരുന്നു. And specifically the conversation is here towards Peter. ഇവിടെ സംസാരിക്കുന്നത് പത്രോസിനോടാണ് എന്നുള്ളത് സത്യമാണ്. But the whole thing, what I wanted to tell you, he is interested. എന്നാൽ കർത്താവ് അവരിൽ എല്ലാവരിലും തൽപരനായിരുന്നു. And he is pleading. അവർക്ക് എല്ലാവർക്കും വേണ്ടി പക്ഷവാദം ചെയ്യും. He is praying for each one of them. അവരോരോരുത്തർക്കും വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. He is pleading for each one of them so that they may not go astray, but be built in the Lord. അവരിൽ ആരും തെറ്റിപ്പോകാതിരിക്കേണ്ടതിന് മാത്രമല്ല അവർ കർത്താവിൽ പണിയപ്പെടേണ്ടതിനു വേണ്ടി കർത്താവ് പക്ഷവാദം ചെയ്യുകയാണ്. Even before they stumbled. അവര് വീണു പോകുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥിക്കുന്ന കർത്താവ്. I was reading a story last week. കഴിഞ്ഞ ആഴ്ച ഒരു കഥ ഇങ്ങനെ വായിക്കാനിടയായി. Chris was just 9-year-old when he was diagnosed with a ligament and a muscle tear. ക്രിസ് എന്ന് പറയുന്ന ബാലന് വെറും 9 വയസ്സ് മാത്രം ഉള്ളപ്പോഴാണ് അവന്റെ ലിഗമെന്റ് പൊട്ടിയിരിക്കുന്നു എന്ന് കണ്ടുപിടിച്ചത്. He was born in a believer's family. അവന് ഒരു വിശ്വാസ ഭവനത്തിൽ ജനിച്ചവനായിരുന്നു. And Chris was going to spend his summer vacation with his cousins in the country. അവന് വാസ്തവത്തില് ഗ്രാമത്തില് അവന്റെ ബന്ധുക്കളോടൊപ്പം അവധി ചെലവഴിക്കാനായിട്ട് ഉദ്ദേശിക്കപ്പെട്ടിരുന്ന സമയമാണത്. His whole plan was shattered by this report. എന്നാൽ ഈ മെഡിക്കൽ റിപ്പോർട്ട് അവന്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്ത് കളഞ്ഞു. So did his parents. അതുപോലെ അവന്റെ മാതാപിതാക്കളെ സംബന്ധിച്ചും They all wanted to have a wonderful 1.5 month vacation, summer vacation. അവർക്ക് എല്ലാവർക്കും ആ വേനലില് വളരെ മനോഹരമായ 1.5 മാസത്തെ അവധി ആഘോഷിക്കണമെന്നുണ്ടായിരുന്നു. Chris was supposed to sit inside the house and take rest in order to heal his ligament and muscle tear. എന്നാൽ ഇപ്പോഴിതാ ക്രിസ് വീട്ടില് ഈ കാലഘട്ടം മുഴുവന് ഒറ്റയ്ക്കിരുന്ന് വിശ്രമിക്കണം എന്നായിരിക്കുന്നു. His father അവന്റെ was quite concerned. അവന്റെ പിതാവ് വളരെ ഇതിനെക്കുറിച്ച് ആശങ്കാകുലനായി. He kept praying, Lord, what exactly you are intended through this pain. കർത്താവേ, ഈ വേദനയിലൂടെ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ക്രിസിന്റെ പിതാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. It went on for a couple of days. 2 ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. He was busy with his cartoon networks and some books. അവന് കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടും ചില ബുക്കുകളൊക്കെ വായിച്ചു അങ്ങനെ സമയം ചെലവാക്കി. But his father was unable to see anything good coming out of this pain. ഈ വേദനയിലൂടെ എന്തെങ്കിലും നന്മ വരുന്നതായിട്ട് പിതാവിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. His whole faith, their whole faith as a family was in stake. അവരുടെ എല്ലാവരുടെയും കുടുംബമായിട്ടുള്ള വിശ്വാസം
വാസ്തവത്തിൽ ഒരു പരീക്ഷണ ഘട്ടത്തെ നേരിടുകയായിരുന്നു. Suddenly, the parent thought, okay, we will buy one guitar and give it to Chris. അവര് അപ്പം ആലോചിച്ചു, നമുക്ക് ഒരു ഗിറ്റാർ വാങ്ങിച്ച് ഈ കുഞ്ഞിന് കൊടുക്കാം, ക്രിസിന് കൊടുക്കാം എന്ന്. They were not a rich family. അവര് വളരെ ധനസ്ഥിതിയുള്ള ഒരു കുടുംബം ആയിരുന്നില്ല. Somehow they gathered few little money and then went for a second hand guitar. അവര് കുറച്ച് പണമൊക്കെ സംഭരിച്ച് ഒരു വിധത്തില് ഒരു പഴയ ഗിറ്റാർ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഇടയായി. They had a neighbor boy who was good in guitar. അവരുടെ അയൽവക്കത്ത് ഗിറ്റാർ നന്നായിട്ട് വായിക്കാൻ അറിയുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. So this boy used to come in the morning, teach few chords to Chris, and he used to leave back. ഈ അയൽവക്കത്തെ ബാലന് എല്ലാ ദിവസവും വന്ന് ക്രിസിനെ കുറച്ച് പഠിപ്പിച്ചിട്ട് മടങ്ങി പോകുമായിരുന്നു. And Chris kept practicing the chords and the leads and so on. ഈ ക്രിസ് പകല് മുഴുവന് ആ പഠിച്ച പാഠങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. Couple of weeks later, it was seen that Chris was able to play all the chords. കുറച്ചു കാലം കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന്റെ എല്ലാ കോഡുകളും എല്ലാ പാഠങ്ങളും നന്നായിട്ട് വായിക്കാൻ ക്രിസിന് കഴിയും എന്നുള്ള അവസ്ഥ വന്നു. By the end of the vacation, Chris was able to play any song. അത് കഴിഞ്ഞ് ഈ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏത് പാട്ടും പാടാനുള്ള കഴിവ് ക്രിസ് ആർജിച്ചു കഴിഞ്ഞു. Within once he was inducted in the worship choir. അവനെ അവിടുത്തെ കൊയറിൽ അവരെ ചേർത്തു. And couple of years later he was heading the worship choir. 2 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് ആ കൊയറിന് നേതൃത്വം വഹിക്കുന്നവനായി മാറി. Today Chris is one of the leading worship leader in United States. ഇന്ന് ക്രിസ് അമേരിക്കയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ആരാധന ഗാന ശുശ്രൂഷകൾ നയിക്കുന്നവനാണ്. My beloved, it is the pain or the struggle or the suffering which will enable you to see the purpose in the life. നമ്മുടെ ജീവിതത്തിലെ ദൈവോദ്ദേശം കണ്ടെത്താനായിട്ട് സഹായിക്കുന്നത് നമ്മുടെ വേദനകളും പ്രശ്നങ്ങളുമാണ്. Here is Peter who is going to stumble. ഇവിടെ ഇതാ പത്രോസ് വീഴാനായിട്ട് പോവുകയാണ്. There are many other disciples, they all are going to abandon Christ within us. മറ്റ് അനേക ശിഷ്യന്മാരും കർത്താവിനെ ഉപേക്ഷിച്ചു പോകാനായിട്ട് പോവുകയാണ്. Some are going to deny. ചിലര് കർത്താവിനെ തള്ളിപ്പറയാൻ പോകുന്നു. Some are going to run away. ചിലര് കർത്താവിനെ വിട്ട് ഓടിപ്പോകാനായിട്ട് പോകുന്നു. And one is even going to doubt the Lord. ഒരാള് കർത്താവിനെ സംശയിക്കാനായിട്ട് പോവുകയാണ്. This is the criteria or the eligibility these guys had to be called as a disciples. ഈ ശിഷ്യന്മാരാകാനുള്ള യോഗ്യത ഇതൊക്കെയായിരുന്നു. But Jesus Christ was not interested in their stumblings, their falls, but he was interested to the life thereafter. കർത്താവായ യേശു ക്രിസ്തു അവരുടെ പരാജയങ്ങളിലും അവരുടെ വീഴ്ചകളിലും ആയിരുന്നില്ല തൽപരനായിരുന്നത്, പിന്നീടുള്ള അവരുടെ ക്രിസ്തീയ ജീവിതത്തിലായിരുന്നു. That is why his prayer is what? അതുകൊണ്ടാണ് അവന്റെ പ്രാർത്ഥന എന്തായിരിക്കുന്നത്? Verse 32. 32ാമത്തെ വാക്യം, ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു, എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. Build your brethren once you come back. നീ മടങ്ങി വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ പണിയുക. My beloved, you must be stumbling in your life in the days to come. പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഒരുപക്ഷെ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇടറിപ്പോകാനുള്ള സാധ്യത ഉണ്ടായിരിക്കാം. Lord knows that. കർത്താവിന് അത് അറിയുകയും He is pleading for your stumblings. എന്നാൽ നമ്മുടെ ഇടർച്ചയെ കുറിച്ച് പിതാവിന്റെ മുന്നിൽ അവൻ പ്രാർത്ഥിച്ചുകൊണ്ട് He is pleading that you may not be destroyed. നമ്മൾ നശിച്ചു പോകരുത് എന്ന് അവന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. He is building you in the presence of Father so that God can enable you to come back and be used for him. കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ പണിയുവാനായിട്ടാണ് അവൻ ശ്രമിക്കുന്നത്. അത് മുഖാന്തരം പിന്നീട് നമുക്ക് മടങ്ങി വന്ന് സഹോദരന്മാരെ പണിയാനായിട്ട് കഴിയും. Let me tell you, brethren, പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, if any one of you think that you have gone away due to your stumble, നമ്മുടെ ഇടർച്ച കാരണം നമ്മൾ ആരെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്ന് ചിന്തിക്കുന്നവരായിട്ടുണ്ടെങ്കിൽ you are not alone. നിങ്ങൾ ഒറ്റയാന്മാരല്ല. Because Peter and all other disciples had the similar history. കാരണം പത്രോസിനും മറ്റ് ശിഷ്യന്മാർക്കും ഒക്കെ തന്നെ സമാനമായ ചരിത്രം ഉണ്ടായിരുന്നു. Jesus Christ has been pleading for you in the heaven so that you can be built again and then be used for him.
നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് കർത്താവ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളെ വീഴ്ചയിൽ നിന്ന് വീഴ്ചക്കിടയ്ക്ക് നമ്മളെ പണിയുവാനും നമ്മളെ മറ്റുള്ളവർക്കായിട്ട് ഉപയോഗിക്കുവാനും. Sometimes we use words which are not supposed to be used. നമ്മൾ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. Sometimes we indulge in relationship which were not supposed to be. പലപ്പോഴും നമ്മൾ ശരിയല്ലാത്ത ബന്ധങ്ങളിൽ ഏർപ്പെടാറുണ്ട്. We go to places which we are not supposed to be. നമ്മൾ പോകാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ടാവാം. But remember Jesus Christ in the knowledge of all these. ഇതിനെക്കുറിച്ചെല്ലാം കർത്താവിന് അറിയാം എന്ന് ഓർക്കുക. And there is a Lord who is pleading before the Father. ഇതാ ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന കർത്താവ്. He wants to bring you back. നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ അവൻ ആഗ്രഹിക്കുന്നു. Would you give your heart? നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ കൊടുക്കുമോ? Would you recommit your life? നിങ്ങളുടെ ജീവിതത്തെ വീണ്ടും കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുമോ? Would you go before the Lord and say, Lord, please help me to come back? കർത്താവേ, മടങ്ങി വരാൻ എന്നെ സഹായിക്കണമേ എന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് എന്ന് പറയാൻ കഴിയുമോ? This was sufficient. This is sufficient. ഇത് മാത്രം മതിയായിരുന്നു. You know, there were two people in the despaired night when Jesus was caught. കർത്താവിനെ പിടിച്ചപ്പോൾ വളരെ ദുഃഖിതരായ രണ്ടുപേരെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. One who betrayed and another one who denied. ഒന്ന് കർത്താവിനെ കാണിച്ചു കൊടുത്തവനും മറ്റേത് കർത്താവിനെ തള്ളിപ്പറഞ്ഞവനും. They both were in the cloud of despair. അവര് രണ്ടുപേരും നിരാശയുടെ ആഴക്കയത്തിലായിരുന്നു. But there was only one who dared to just look at the face of the Lord. എന്നാൽ അതിൽ ഒരാൾ മാത്രം കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാൻ ധൈര്യം കാണിച്ചു. Peter just saw the Lord and cried bitterly for his fault. പത്രോസ് കർത്താവിന്റെ മുഖം കണ്ട് അതിദുഃഖിതനായി കരഞ്ഞു. And Lord was ready to renew his heart. കർത്താവ് അവന്റെ ഹൃദയത്തെ പുതുക്കുവാനായിട്ട് തയ്യാറായിരുന്നു. My beloved, just one look is enough. പ്രിയപ്പെട്ടവരെ, കർത്താവിലേക്ക് ഒരു നോട്ടം മതി. He is ready to bring you back. നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ അവൻ തയ്യാറാണ്. He is ready to build you back. നമ്മളെ വീണ്ടും പണിയുവാൻ അവൻ തയ്യാറാണ്. Can we just give our heart in that way? നമ്മുടെ ഹൃദയത്തെ അങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കാൻ കഴിയും. You may have a number of problems in your life. ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. But remember, these pains, these sufferings, these problems are not for vain but for the glory of God. ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മുടെ നഷ്ടത്തിന് വേണ്ടിയല്ല, അതിലുപരിയായിട്ട് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. So number one, he pleads even before we stumble. നമ്മൾ ഇടറിപ്പോകുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥിക്കുന്നവനായ കർത്താവ്. Number two, he pleads in the storm. അവന് ആ വലിയ കൊടുങ്കാറ്റിന്റെ ഇടയ്ക്ക് പ്രാർത്ഥിക്കുന്നവനാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. Can we read Mark chapter 6? മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം നമുക്ക് വായിക്കാമോ? Chapter 6 verse 46 onwards, 46 to 50. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 46 തൊട്ട് 50 വരെയുള്ള വാക്യങ്ങൾ. അവരെ പറഞ്ഞയച്ചു വിട്ട ശേഷം താൻ പ്രാർത്ഥിപ്പാൻ മലയിൽ പോയി. വൈകുന്നേരമായപ്പോൾ പടക് കടലിന്റെ നടുവിലും താൻ ഏകനായി കരയിലും ആയിരുന്നു. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ടു വലിച്ചു വലയുന്നത് അവൻ കണ്ട്. ഏകദേശം രാത്രി 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്ന് അവരെ കടന്നുപോകുവാൻ ഭാവിച്ചു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ഭൂതം എന്നവർ നിലവിളിച്ചു. എല്ലാവരും അവനെ കണ്ട് ഭ്രമിച്ചിരുന്നു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. Couple of weeks back, Midun had taken this portion elaborately. 2 ആഴ്ചയ്ക്ക് മുമ്പേ സഹോദരൻ മിഥുന് ഈ ഭാഗം വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. But I want to take this with a different angle. വേറൊരു വീക്ഷണകോണിൽ നിന്ന് ഈ ഭാഗത്തെ കുറിച്ച് ചിന്തിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Jesus Christ left them or bid them by and went up unto the mountain to what? To do what? കർത്താവായ യേശുക്രിസ്തു അവരെ തന്നെ പോകാൻ നിർബന്ധിച്ചയച്ച ശേഷം മലയിലേക്ക് പോയി. എന്ത് ചെയ്യാനാണ്? To eat food. കഴിക്കാനായിട്ടാണോ? To have a dose of nap. ഒന്ന് ഉറങ്ങാനായിട്ടാണോ? He was busy. He was very hectic the day throughout. അവന്റെ ആ പകൽ മുഴുവൻ വളരെ ധൃതി നിറഞ്ഞതായിരുന്നു. Why did he go onto the mountain to do? അവന് മലയിലേക്ക് എന്ത് ചെയ്യാനായിട്ടാണ് പോയത്? He went to pray. അവൻ പ്രാർത്ഥിക്കാനായിട്ടാണ് പോയത്. He had no other business, my beloved. പ്രിയപ്പെട്ടവരെ, അവന് മറ്റ് കച്ചവടങ്ങളൊന്നും ഇല്ലായിരുന്നു.
Had it been, it would have written on in the Bible. അവൻ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിൽ അത് രേഖപ്പെടുത്തുമായിരുന്നു. He went just to pray. അവൻ പ്രാർത്ഥിക്കാനായി മാത്രം മലയിലേക്ക് പോയി. He went unto the mountain to plead with his father. അവന്റെ പിതാവിനോട് പക്ഷവാദം ചെയ്യാനായിട്ട് കർത്താവ് മലയിലേക്ക് പോയി. Why? എന്തുകൊണ്ട്? Because the boys are going to get into the storm. കാരണം തന്റെ ശിഷ്യന്മാര് ഇതാ ആ വലിയൊരു കൊടുങ്കാറ്റിൽ അകപ്പെടാനായിട്ട് പോകുന്നു. He knew that. അവനറിയാമായിരുന്നു. He knew that very well, that boys are going to be stuck in the storm. തന്റെ ശിഷ്യന്മാര് കൊടുങ്കാറ്റിൽ പെട്ട് ഉഴലാനായിട്ട് പോകുന്നു എന്ന് കർത്താവിന് നന്നായിട്ട് അറിയാമായിരുന്നു. And when they were stuck, അവരങ്ങനെ കുടുങ്ങിയപ്പോഴ് did he sit silently? അവന് മിണ്ടാതെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. No, this is my prayer time. This is my time with the Father. I am not supposed to be disturbed. ഇത് എന്റെ പ്രാർത്ഥനാ സമയമാണ്. ഞാൻ പിതാവുമായിട്ട് ചെലവിടുവാൻ മാറ്റിവെച്ചിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ശല്യപ്പെടുത്താനായിട്ട് പാടില്ല എന്ന് കർത്താവ് പറഞ്ഞു. Verse 48. 48-ാമത്തെ വാക്യം. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ടു വലിച്ച് വലയുന്നത് കണ്ട് ഏകദേശം രാത്രി 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്ന് അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു. He saw. അവൻ കണ്ടു. He saw them being in trouble. അവര് പ്രശ്നത്തിലായിരിക്കുന്നത് അവൻ കണ്ടു. And then immediately he bid goodbye. I don't know whether he bid goodbye to his father or not. He must have excused with his father and started walking. പെട്ടെന്ന് അവൻ പിതാവിനോട് ഞാൻ പോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് യാത്രാമൊഴി ചൊല്ലി ആ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് പോവുകയാണ്. In Dehradun we stayed in a house where we had a staircase from our dining room. ഡെറാഡൂണിൽ താമസിച്ചിരുന്ന വീട്ടില് അതിന്റെ ഊണ് മുറിയിൽ നിന്ന് ഒരു സ്റ്റെയർ കേസ് ഉണ്ടായിരുന്നു, പടികൾ ഉണ്ടായിരുന്നു മുകളത്തെ നിലയിലേക്ക്. It used to take us to the roof, to the room above. മുകളിലുള്ള റൂമിലേക്ക് പോകാനാണ് അത് ഉപയോഗിച്ചിരുന്നത്. Jeremy was just hardly 1 year. He hardly could walk. ജെറമിക്ക് നടക്കാനുള്ള പ്രായമായിരുന്നില്ല, 1 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. He could crawl well. എന്നാൽ അവന് നന്നായി ഇഴയുമായിരുന്നു. One day we saw this guy crawling through the staircase and reaching on top. ഒരു ദിവസം അതിലൂടെ എഴഞ്ഞു കയറി മുകളിലേക്ക് പോകുന്നത് കാണാനിടയായി. We were sitting down and we were just observing him climbing the stairs. ഞങ്ങൾ താഴെ ഇരുന്ന് ഇവന് ഈ പടി കയറുന്നത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. On the top when he reached, he looked back. അവന് ഏറ്റവും മുകളിൽ ചെന്ന് താഴേക്ക് നോക്കിയപ്പോഴ് he was stuck there. അവിടെ ആകെ ഇരുന്നു പോയി. Because he could not come down. താഴേക്ക് വരാൻ അറിയത്തില്ലായിരുന്നു. So somehow we brought him back. ഞങ്ങൾ അവനെ തിരികെ കൊണ്ടുവന്നു. And then again we found a funny thing. വീണ്ടും വളരെ രസകരമായ ഒരു കാര്യം കണ്ടു. This guy was again trying to climb up. വീണ്ടും കയറി പോകാനായിട്ട് അവൻ ശ്രമിക്കുകയാണ്. So we thought let him go. ഞങ്ങൾ അവൻ പോകട്ടെ എന്ന് വിചാരിച്ചു. He went up, again he was stuck because he was afraid of coming down. അവൻ മുകളിൽ ചെന്ന് അവിടെ കുരുങ്ങിപ്പോയി, കാരണം താഴേക്ക് വരാൻ ഭയചകിതനായിട്ടിരിക്കുകയായിരുന്നു. Most of the time this is how we live our Christian life. ഇതുപോലെയാണ് നമ്മളും പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കുന്നത്. Time and again Lord brings us back to a situations where he reminds us that he is alone capable to rescue us. പലപ്പോഴും നമ്മുടെ ജീവിതത്തില് നമ്മൾ ഒരു പ്രത്യേക സാഹചര്യം സൃഷ്ടിക്കാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ തന്നെ കർത്താവിന് മാത്രമേ നമ്മളെ സഹായിക്കാൻ കഴിയൂ എന്നുള്ള ഒരവസ്ഥ. So when Jeremy used to climb up, we used to smile, we used to laugh. Now just see what is he going to do. He is not stopping, he is not obeying, but just see his entire strength and power and everything is going to go zero when he reaches on top. ജെറമി പടി കയറുമ്പോഴ് ഞങ്ങൾ ചിരിച്ചുകൊണ്ട് നോക്കിയിരിക്കുമായിരുന്നു, ഇവൻ എന്നാ ചെയ്യാൻ പോകുന്നെന്ന് കാണട്ടെ. അവൻ അവിടെ കയറി കഴിഞ്ഞ അവന്റെ ശക്തിയൊക്കെ നഷ്ടപ്പെട്ട് അവൻ ഭയപ്പെട്ട് അവിടെ ഇരിക്കുമല്ലോ എന്ന് പറഞ്ഞ്. I mean, this is how I think would be father and son smiling on that mountain. ഒരുപക്ഷെ പിതാവും പുത്രനും കൂടെ ആ മലയിലിരുന്ന് ഇങ്ങനെ ഈ അർത്ഥത്തില് ചിരിക്കുകയായിരുന്നിരിക്കാം. Because the boys who were supposed to be the champions on the water are struggling
because of the storms. കാരണം വെള്ളത്തിന്റെ വിദഗ്ധന്മാരായിട്ടുള്ള തന്റെ ശിഷ്യന്മാര് ഇതാ അവിടെ തണ്ടു വലിച്ച് വലയുകയാണ്. They were not depending on the power or the strength of the Lord. അവര് കർത്താവിന്റെ ശക്തിയിൽ ആശ്രയിക്കുന്നുമില്ല. They were depending on their own capacity. അവരുടെ ശക്തിയിലാണ് ആശ്രയിച്ചുകൊണ്ട് ശ്രമിക്കുന്നത്. And they are going on to their way. അവരുടെ വഴിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. When they started struggling, I am sure they would have called every names. ഒരു പക്ഷേ അവര് തണ്ടുവലിച്ച് വലഞ്ഞപ്പോഴ് അവര് പല പേരുകൾ വിളിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കാണും. They would have even blamed the Lord. Why did he not come? Last time he had calmed the sea. ഒരുപക്ഷെ അവർ കർത്താവിനെ കുറ്റം പറയുന്നുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് കർത്താവ് നമ്മളോട് കൂടെ വരാതിരുന്നത്? കഴിഞ്ഞ തവണ അവനാണല്ലോ കടലിനെ ശാന്തപ്പെടുത്തിയത് എന്ന് പറഞ്ഞു. They must have even said, he must have done this purposely so that we should die. നമ്മൾ മരിക്കണമെന്ന് ഉദ്ദേശിച്ചവന് അവന് ഒരു ലക്ഷ്യത്തോട് തന്നെ ഇങ്ങനെ നമ്മളെ പറ്റിച്ചതായിരിക്കും എന്നൊക്കെ അവർ പറഞ്ഞു കാണും. And father and son would have smiled. കർത്താവും പിതാവും കൂടെ ഒരുമിച്ച് ആ സമയത്ത് ചിരിച്ചു കാണും. And Lord saw and he took the step to calm in the storm. അവർ വലയുന്നത് കണ്ടു. കർത്താവ് ആ കാറ്റിനെയും കടലിനെയും ശാസിക്കാനായിട്ടുള്ള ശാന്തമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു. My beloved, I don't know what is the storm you are going through. പ്രിയപ്പെട്ടവരെ, നമ്മള് നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ കൊടുങ്കാറ്റ് ഏതാണ് എന്ന് എനിക്കറിയത്തില്ല. Some of you I know have been struggling with the storm of career, building career. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരൊക്കെ തൊഴിലിനെ സംബന്ധിച്ച് ആ തൊഴിൽ എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള പ്രശ്നങ്ങളെ നേരിടുന്നവരായിരിക്കാം. Let me remind you today. ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, Jesus Christ wants to calm your storm. കർത്താവായ യേശു ക്രിസ്തു വന്ന് നിങ്ങളുടെ ആ കൊടുങ്കാറ്റിനെ അടക്കാനായിട്ട് താല്പര്യമുള്ളവനാണ്. Depend on him. അവനിൽ ആശ്രയിക്കാം. Some of you must be struggling with your financial needs. ചിലര് സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് വലയുന്നവരായിരിക്കാം. And few of you would also be struggling with your health. ചിലര് ആരോഗ്യത്തെ കുറിച്ച് വിഷമിക്കുന്നവരായിരിക്കാം. Let me encourage you with the scripture. ഞങ്ങള് തിരുവചനത്തിൽ നിന്ന് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കട്ടെ. The praying Jesus is present to calm the storm. പ്രാർത്ഥിക്കുന്ന കർത്താവ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കാനായിട്ടുണ്ട്. He is seeing all your needs. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അവൻ കണ്ടുകൊണ്ടേ. He is seeing the struggles which you are going through. നിങ്ങൾ വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. He is interested in your life. നിങ്ങളുടെ ജീവിതത്തിൽ അവൻ തൽപരനാണ്. He is watching keenly that whom do you depend on your struggle. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിങ്ങൾ ആരെയാണ് ആശ്രയിക്കുന്നതെന്ന് അവൻ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. He is not outside your sphere. നിങ്ങളുടെ ജീവിതത്തിന്റെ വെളിയിലല്ല അവന്. He is in your storm. നിങ്ങളുടെ കൊടുങ്കാറ്റിനിടയിലാണ് അവനുള്ളത്, ഉള്ളിലാണ് അവനുള്ളത്. Allow him to work. അവൻ പ്രവർത്തിക്കാനായിട്ട് നിങ്ങൾ സമ്മതിക്കുക. Allow him to work in your life. നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അവനെ അനുവദിക്കുക. Depend on him. അവനിൽ ആശ്രയിക്കുക. And when you depend on him, what happens? അവനിൽ ആശ്രയിക്കുമ്പോൾ എന്ത് സംഭവിക്കും? The sea was calm. ആ കടല് ശാന്തമായി. They were able to reach their destination. അവരുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനിടയായി. My beloved, പ്രിയപ്പെട്ടവരെ, depend on him. അവനിൽ ആശ്രയിക്കുക. We have no other answer. നമുക്ക് വേറൊരു ഉത്തരവും ഇതിനായിട്ടില്ല. We have no other answer than Christ Jesus. കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ ഒരു ഉത്തരം എങ്ങുമില്ല. He pleads even in the storm. നമ്മള് കൊടുങ്കാറ്റിൽ അകപ്പെട്ട് കിടക്കുമ്പോഴും നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നവനാണ് കർത്താവ്. He is a wonderful Lord. അവന് വളരെ മനോഹരനായ ഒരു കർത്താവാണ്. He does not leave anyone orphan. നമ്മളെ ആരെയും അനാഥനായിട്ട് വിടുന്നവനല്ല നമ്മുടെ കർത്താവ്. He pleads when we even stumble. നമ്മള് വീണു പോകുന്നതിന് മുമ്പേ അവൻ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. He pleads when we are in the storm. നമ്മള് കൊടുങ്കാറ്റിന്റെ നടുക്കായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാണ്. And finally, he also pleads when we are in our suffering, even the suffering of separation. നമ്മള് വേർപാടിന്റെ ആ വലിയ വിഷമത്തിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്നവനാണ്. John chapter 11. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 1-4. 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബേഥാന്യയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയയായിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരനായ ലാസർ ആയിരുന്നു ദീനമായി കിടന്നത്.
ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു. കർത്താവെ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവം മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ നാമമഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. He loved this family. അവന് ഈ കുടുംബത്തെ സ്നേഹിച്ചു. But he was not interested to go in their suffering. എന്നാൽ അവരുടെ കഷ്ടതയുടെ ഇടയ്ക്ക് എത്തിപ്പെടാനായിട്ട് അവൻ അന്നേരം താല്പര്യപ്പെട്ടില്ല. Sometimes we quite often ask, Lord, why don't you come and intervene in our life? പലപ്പോഴും നമ്മൾ കർത്താവിനോട് ചോദിക്കും, കർത്താവേ, എന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് നീ എന്താ ഒന്ന് ഇടപെടാത്തത് എന്ന്. Sometimes we even ask, Lord, you are there, you are supposed to be there among the storm. Why are you not there in this situation? കർത്താവ് നമ്മളോട് പറയും, കർത്താവിനോട് പലപ്പോഴും പറയും, കർത്താവേ, ആ കൊടുങ്കാറ്റിനിടയ്ക്ക് നീ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു, എന്തുകൊണ്ട് നീ ഇല്ലാതെ പോയി എന്ന്. You love me. നീ എന്നെ സ്നേഹിക്കുന്നല്ലോ. I know you love me. നീ എന്നെ സ്നേഹിക്കുന്നതെന്ന് But എനിക്കറിയാം. where are you when I really need you? എന്നാൽ എനിക്ക് നിന്നെ ആവശ്യമുള്ളപ്പോൾ നീ എവിടെയാണ്? What is the answer of the Lord? കർത്താവിന്റെ ഉത്തരം എന്താ? Verse 3. മൂന്നാമത്തെ വാക്യം or 4. Yeah. ഈ ദിനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് It ദൈവത്തിന്റെ is for the glory of God. ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ. My beloved, there would be situations in your life. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വന്നു. You may get into a problem where you are unable to see any intervention by the Lord. നിങ്ങളുടെ ചില പ്രശ്നത്തിലായിരിക്കുന്നു, എന്നാൽ ദൈവത്തിന്റെ ഇടപെടൽ അല്പം പോലും കാണാൻ കഴിയാത്ത അവസ്ഥ. You remember one very fact. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ടോ? The absence of God is not, a silence as God is not the absence, rather his presence. കർത്താവ് ഒരു കാര്യത്തില് ഇടപെടുന്നില്ല, അല്ലെങ്കിൽ അവൻ മിണ്ടാതെ ഇരിക്കുന്നു എന്ന് പറയുന്നത് അവൻ ഇല്ലാതെ ഇരിക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണമല്ല, മറിച്ച് അവൻ ഉണ്ട് എന്നുള്ളതിന്റെ He is ലക്ഷണമാണ്. there with you. അവൻ നിങ്ങളോടുകൂടി ആ സമയത്തുമുണ്ട്. But he is planning something bigger in your life. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അവന് എന്തോ കൂടുതൽ വലിയത് പദ്ധതിയിടുകയാണ്. You know, it fascinates me whenever I read this story. ഈ കഥ വായിക്കുമ്പോഴേ എനിക്ക് വളരെ എപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. See, Jesus Christ tarried in that place for 2 days. കർത്താവ് ആ സ്ഥലത്ത് തന്നെ 2 ദിവസം താമസിച്ചു. And he comes to Bethania after the death of Lazarus. I mean, after 4 days of the death of Lazarus. അവന് ബഥാനിയയിലേക്ക് വരുന്നത് ലാസറിന്റെ മരണത്തിന്റെ 4-ാം ദിവസമാണ്. In these 4 days, he had been constantly thinking about this family. ഈ കുടുംബത്തെ കുറിച്ച് അവൻ ഈ 4 ദിവസവും എപ്പോഴും ഈ കുടുംബത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നിരിക്കണം. How do we know that? അതെങ്ങനെ അറിയാം? Read verse 10. 10-ാമത്തെ വാക്യം വായിക്കാമോ? 11:10, യോഹന്നാൻ 11:10. രാത്രിയിൽ നടക്കുന്നവനോ അവന് വെളിച്ചമില്ലായികൊണ്ട് ഇടറുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്നവരോട് പറഞ്ഞു. Next verse. ശിഷ്യന്മാർ അവനോട്, കർത്താവേ, അവൻ നിദ്ര കൊള്ളുന്നു എങ്കിൽ അവന് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. യേശുവോ അവന്റെ മരണത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത്, ഉറക്കമെന്ന നിദ്രയെക്കുറിച്ച് പറഞ്ഞു എന്ന് അവർക്ക് തോന്നിപ്പോയി. അപ്പോൾ യേശു സ്പഷ്ടമായി, ലാസർ മരിച്ചുപോയി, ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു, നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ, എന്നാൽ നാം അവന്റെ അടുക്കൽ പോക എന്ന് പറഞ്ഞു. Jesus Christ is coming, and after 4 days of Lazarus' death, ലാസറിന്റെ മരണത്തിന്റെ 4 ദിവസം കഴിഞ്ഞാണ് കർത്താവ് വരുന്നത്. he had a very clear-cut plan laid on before him. അവന് വരുന്നതിനു മുമ്പേ അവന് വളരെ വ്യക്തമായ ഒരു പദ്ധതി അവൻ രൂപീകരിച്ചിട്ടുണ്ട്. And he had been thinking about the whole action plan ever since he got the news from Mary and Martha. മേരിയുടെയും മാർത്തയുടെയും വാർത്ത കേട്ടപ്പം തന്നെ അവന് വളരെ ക്രമമായിട്ടുള്ള ഒരു പ്രവർത്തന പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. I mean, my beloved, isn't this wonderful that Jesus Christ is thinking of his beloveds? കർത്താവ് തന്റെ പ്രിയപ്പെട്ടവരെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്ന അത്ഭുതാവഹമല്ലേ? What an amazing, isn't? അത് എത്ര അത്ഭുതകരമായ കാര്യമാണ്. The creator, the sustainer, the one who died and got resurrected, and the one who is an advocate is thinking for you and for me. What an amazing thing it is. നമ്മളെ എല്ലാവരെയും
സൃഷ്ടിച്ചവൻ, നമ്മളെ നിലനിർത്തുന്നവൻ, നമ്മളെ വീണ്ടെടുത്തവൻ, അങ്ങനെയുള്ള ദൈവം എല്ലായ്പ്പോഴും നമ്മളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുവോ? He is thinking for you and for me. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും അവൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. He is thinking for all our business. നമ്മുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. He is keenly watching, as I said before. നമ്മുടെ അവസ്ഥകളെ അവൻ വളരെ ശ്രദ്ധയോടുകൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. And then he is pleading unto his father. What? എന്നിട്ട് അവൻ തന്റെ പിതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. How did he pray? അവൻ എങ്ങനെയാ പ്രാർത്ഥിച്ചത്? Verse 40, 41. 40-ാമത്തെ വാക്യം. പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. When is he praying this prayer, by the way? ഈ പ്രാർത്ഥന കർത്താവ് പ്രാർത്ഥിക്കുന്നത് എപ്പോഴാണ്? After he has shed the tears, right? അവൻ കണ്ണീര് പൊഴിച്ചിട്ടല്ലേ? He is even ready to go to the extent of shedding tears for you and for me. നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും കണ്ണീരൊഴുക്കാൻ പോലും കർത്താവ് തയ്യാറാണ്. He is ready to cry before his father. അവന്റെ പിതാവിന്റെ മുന്നിൽ നമുക്ക് വേണ്ടി കരയാൻ അവൻ തയ്യാറാണ്. He knows that we are in problem. നമ്മൾ പ്രശ്നത്തിലാണെന്ന് അവൻ അറിയാം. He knows that we are suffering. നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടെന്ന് അവൻ അറിയാം. He knows that there is a situation of separation in our life. ഒരു വേർപാടിന്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് കർത്താവ്. He knows that he is capable of resurrecting people. അവന് ആളുകളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയുമെന്നും അവൻ അറിയാം. But he is still ready to show his emotions, my beloved. എന്നാൽ അതേ സമയം പോലും തന്റെ വികാരങ്ങളെ പ്രദർശിപ്പിക്കാൻ മടിയില്ലാത്തവനാണ് കർത്താവ്. And that is why you see the prayer, the pleading before the Father. Father, I know that I can raise, but still you help Lazarus to come out of this bondage. അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, നീ എന്റെ പ്രാർത്ഥന എല്ലായ്പ്പോഴും കേൾക്കുമെന്ന് എനിക്കറിയാം. ഇവനെ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുമെന്നും എനിക്കറിയാം. എന്നാൽ നീ ഇപ്പോൾ ഈ ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിക്കണമേ. So that they may able to understand that the relationship what I have with you. ഞാനും നീയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് അങ്ങനെയാണെങ്കിൽ അവർക്ക് മനസ്സിലാകുമല്ലോ. My beloved, what a Lord we have. കർത്താവ് എത്ര വലിയവനാണ് പ്രിയപ്പെട്ടവരെ. We don't follow a chumma Lord, അല്ലേ? നമ്മൾ ചുമ്മാ കർത്താവിനെ അങ്ങ് പിൻഗമിക്കാതെ ഇരിക്കുക. We have an amazing Lord, my beloved. പ്രിയപ്പെട്ടവരെ, നമുക്ക് വളരെ അത്ഭുതാവഹനായ ഒരു കർത്താവാണുള്ളത്. He is interested in the minute business of our life. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും അവൻ തൽപരനാണ്. He is there with us. അവൻ നമ്മളോടൊപ്പം ഉള്ളവനാണ്. When he says that he will be with us, he really means it. അവൻ നമ്മളോടുകൂടെ ഇരിക്കാം എന്ന് പറയുമ്പോൾ അവനത് യഥാർത്ഥത്തിൽ തന്നെ അർത്ഥമാക്കി പറയുന്ന കാര്യമാണ്. Experience his presence in your life. അവന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയാം. You may fall. നമ്മൾ വീഴുമായിരിക്കും. You may struggle. നമ്മൾ ഒരുപക്ഷെ ഉഴറിപ്പോകുമായി. You may be stuck in the storm. നമ്മൾ ഒരുപക്ഷേ ഈ വലിയ കാറ്റിൽ അകപ്പെട്ടു പോയി. You may suffer. നമ്മൾ കഷ്ടപ്പെട്ടു എന്ന് വന്നേക്കാം. You may have a separation. നമുക്ക് ഒരുപക്ഷെ വേർപാടിന്റെ അനുഭവം ഉണ്ട്. But remember, he is there to plead for you and for me. എന്നാൽ ഓർക്കുക, നിങ്ങൾക്കും എനിക്കും വേണ്ടി പക്ഷപാതം ചെയ്യാൻ അവൻ അവിടെയുണ്ട്. If we have that confidence, wouldn't that be a victorious Christian life on this earth? പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ഉറപ്പുണ്ടെങ്കിൽ അതൊരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ നമ്മളെ സഹായിക്കത്തില്ലേ? This is how he expects you and me to live on this earth. അങ്ങനെയാണ് ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ജീവിക്കാൻ. Experience him in day-to-day life. അവനെ അനുദിന ജീവിതത്തിൽ അനുഭവിച്ചറിയുക. He pleads even before you stumble. നമ്മള് ഉഴറിപ്പോകുന്നതിന് മുമ്പ് തന്നെ അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. He pleads in your storms. നമ്മള് കൊടുങ്കാറ്റിൽ അകപ്പെട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി അവൻ പക്ഷപാതം ചെയ്യുന്നവനാണ്. And he pleads even when you suffer or have a separation. നമ്മള് കഷ്ടപ്പെടുകയും മാത്രമല്ല വേർപാടിന്റെ അനുഭവങ്ങളിലേക്ക് കടന്നുപോയി കഴിയുമ്പോഴും അവൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാണ്. What is an application on this? ഇതിന്റെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിലുള്ള കാര്യം എന്താ? I cannot think a better application than from the life of Stephen. സ്തെഫാനോസിന്റെ ജീവിതത്തെക്കാളും ഇക്കാര്യത്തിൽ കൂടുതൽ പ്രയോഗവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല.
Come to book of Acts chapter 7 and verses 56 onwards. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 56-ാം വാക്യത്തിലേക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 56-ാമത്തെ വാക്യം മുതൽ. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവർ ഉറക്കെ നിലവിളിച്ചു, ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു ചെന്നു അവനെ നഗരത്തിൽ നിന്ന് തള്ളിപ്പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു. കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. Can you I would challenge you all, encourage you all to go and read the whole chapter. ഈ മുഴുവൻ അധ്യായം വായിക്കാനായിട്ട് ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ്. You will see the confidence of a man called Stephen in the Lord. സ്തെഫാനോസ് എന്ന് പറയുന്ന ആളിന്റെ ആ ഉറപ്പും ധൈര്യവും നമുക്ക് കാണാൻ സാധിക്കും. He did not fear anything in his life. അവന്റെ ജീവിതത്തിൽ അവൻ ഒന്നും ഭയപ്പെട്ടില്ല. He had a victorious Christian life. അവന് വളരെ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ഉണ്ടായി. He had the confidence that his Christ is alive and is sustaining him. കർത്താവ് ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ തന്നെ നടത്തിക്കൊള്ളും, നിലനിർത്തിക്കൊള്ളുമെന്നുള്ള ധൈര്യം അവനുണ്ടായിരുന്നു. He just passionately went for the mission for the Lord. കർത്താവിന്റെ ദൗത്യത്തെക്കുറിച്ച് അവൻ ആവേശത്തോടെ മുന്നോട്ട് പോവുകയാണ്. And he is in the fag end of his life. അവൻ അവന്റെ ജീവിതത്തിന്റെ അവസാന ഭാഗത്താണ്. And here again he is been accused, stoned, almost ready to be stoned. അവനെ കുറ്റം പറയുകയും അവനെ ഒരു വലിയ കൊടുങ്കാറ്റിൽ അകപ്പെടുത്തുകയും ചെയ്തിരിക്കുന്ന സമയമാണ്. And there he sees a glimpse. എന്നാൽ അവന് പെട്ടെന്ന് ഒരു ദർശനം കാണുകയാണ്. What is the glimpse? എന്താണ് അവന്റെ ദർശനം? What is the glimpse? എന്താണ് അവന്റെ ദർശനം? He sees the Lord, right? അവൻ കർത്താവിനെ കാണുകയാണല്ലേ. He sees the beauty, the majesty, appearance in the heaven. കർത്താവിന്റെ മനോഹാരിതയും അവന്റെ വലിയ മേന്മയും ഒക്കെ സ്വർഗത്തിൽ ദർശനമായിട്ട് അവൻ കാണുകയാണ്. How is he seeing? അവൻ എങ്ങനെയാ കാണുന്നേ? What is Jesus Christ doing there, by the way? അവിടെ കർത്താവ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? He is standing. അവൻ നിൽക്കുകയാണ്. In all of the scripture you will read, Jesus Christ sits beside the God, the majesty. കർത്താവായ മഹിമയുടെ ദൈവത്തിന്റെ വശത്തിരിക്കുന്നതായിട്ടാണ് കർത്താവിനെ തിരുവനന്തപുരത്തിൽ നമ്മൾ ഉടനീളം. But here is Jesus Christ standing in the heaven and showing the glimpse to Stephen. എന്നാൽ ഇതാ ഇവിടെ കർത്താവ് ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശുക്രിസ്തു നിന്നുകൊണ്ട് തന്നെ കുറിച്ചുള്ള ഒരു ദർശനം സ്തെഫാനോസിന് നൽകുകയാണ്. Because he is just ready to welcome the man of God. കാരണം ദൈവത്തിന്റെ മനുഷ്യനെ സ്വീകരിക്കാനായിട്ട് കർത്താവ് സ്വർഗത്തിൽ തയ്യാറായിരിക്കുകയാണ്. If anyone comes here, I mean, if any dignitary or any celebrity come here, we all stand in respect, right? അധികാര സ്ഥാനത്തുള്ള ആരെങ്കിലും അല്ലെങ്കിൽ അറിയപ്പെടുന്ന ആരെങ്കിലും ഇവിടെ വന്നാൽ നമ്മൾ അവർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുമല്ലോ. Because that shows the attitude of respect. അത് ബഹുമാനത്തെ കാണിക്കുന്ന ഒരു കാര്യമാണ്. And here is Christ Jesus ready to welcome Stephen standing in the heaven, my beloved. ഇതാ കർത്താവായ യേശുക്രിസ്തു എഴുന്നേറ്റ് നിന്ന് സ്തെഫാനോസിനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. Because this is the confident Stephen lived on this earth for the Lord. കാരണം കർത്താവിനെ കുറിച്ച് സ്തെഫാനോസിന് ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്ന ധൈര്യം ഇതായിരുന്നു. Do you have that confidence in your life? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ കുറിച്ച് ആ ധൈര്യം that your Lord is pleading for you? നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അഭയാചന ചെയ്യുന്നു എന്നുള്ള He is interested in your life. നിങ്ങളുടെ ജീവിതത്തിൽ അവന് താല്പര്യമുണ്ട്. Do you have a confidence that he is minutely watching you? നിങ്ങളുടെ ജീവിതത്തിലെ ഓരോരോ ചെറിയ കാര്യങ്ങളും അവൻ ശ്രദ്ധിക്കുന്നു എന്നുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? Do you remember that he is advocating before the Father for you? നിങ്ങൾക്ക് വേണ്ടി അവൻ പിതാവിന്റെ സന്നിധിയിൽ വാദിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? I believe in this way. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു. You know, whenever you commit a mistake, you get into the problem of a sin or struggle or whatever. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തെ നേരിടുമ്പോഴോ പാപമോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ വരുമ്പോഴ്, whenever you are in need of help, നിങ്ങൾ സഹായം ആവശ്യമുള്ള അവസ്ഥയിലായിരിക്കും, Christ Jesus sitting beside the Father, showing the Father, Lord, this is the pain, this is the nail I have suffered for this person. കർത്താവായ യേശുക്രിസ്തു ദൈവസന്നിധിയിൽ നിന്ന് തന്റെ ശരീരത്തിലുള്ള മുറിപ്പാടുകളെ കാണിച്ചുകൊണ്ട് ഈ മനുഷ്യന് വേണ്ടി ഞാൻ അനുഭവിച്ച മുറിപ്പാടുകൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. He must have telling the Father, this is the pain when I was suffering, remembering him on the cross when I was
when they were nailing me on the cross. പിതാവേ, ഇവർക്ക് വേണ്ടി ഞാൻ ക്രൂശിൽ അനുഭവിച്ച വേദനയുടെയും കഷ്ടത്തിന്റെ അടയാളമാണിത് എന്ന് പിതാവിന്റെ സന്നിധിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. Father would have been, Jesus Christ would have been telling, Lord, I remembered Saji Matthews when on the cross. കർത്താവേ, സജി മാത്യുവിനെ ഞാൻ ആ കുരിശിലായിരുന്നപ്പോഴ് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. When they were striping me, oh Father, അവരെന്നെ അടിച്ചുകൊണ്ടിരുന്നപ്പോഴ്, when I was being wounded again and again, I was remembering him and his sins. അവര് എന്നെ വീണ്ടും വീണ്ടും മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴും ഞാൻ സജി മാത്യുവിനെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് കർത്താവ് പറയുകയാണ്. And he would have been telling the Father, Father, please send a help him. അതുകൊണ്ട് പിതാവിനോട് അവൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവനെ സഹായിക്കാനായിട്ട് വേണ്ടത് ചെയ്യുക എന്ന്. What a Lord we have. നമുക്ക് എത്ര മനോഹരനായ ഒരു കർത്താവാണ്. He is pleading for you and for me, showing the wounds what he has suffered on the cross. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി തന്റെ മുറിവുകൾ കാണിച്ചുകൊണ്ട് അവൻ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുകയാണ്. He has suffered for each one of us, right? അവന് നമുക്ക് വേണ്ടി ഓരോരുത്തർക്കും വേണ്ടി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. So let us obey him. നമുക്ക് അവനെ അനുസരിക്കാം. Let us be confident in him. അവനിൽ ധൈര്യമുള്ളവരായിരിക്കാം. Because he pleaseth to plead for you. കാരണം അവന് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യാനായിട്ട് പ്രസാദിച്ചിരിക്കുന്നു. Nobody can condemn us. നമ്മളെ ആർക്കും കുറ്റം വിധിക്കാൻ കഴിയുകയില്ല. Not even Satan can condemn us. സാത്താന് പോലും നമ്മളെ കുറ്റം വിധിക്കാൻ കഴിയുകയില്ല. Because we have been having a victory in Christ Jesus. കർത്താവായ യേശുക്രിസ്തുവിൽ നമുക്ക് വിജയം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. So let us enjoy that confidence on this earth. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആ ഒരു ധൈര്യം നമുക്ക് ആസ്വദിക്കാം. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ May God bless you as you consider this. നമ്മൾ ഇത് പരിഗണിക്കുമ്പോൾ ദൈവം നമ്മളെ സഹായിക്കട്ടെ.